ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. വാഴപ്പിണ്ടി പല രീതിയിൽ നമ്മൾ കറി വെക്കാറുണ്ട്. ഈ കുല വെട്ടിയപ്പോഴാണ് നമ്മൾ തണ്ടെടുത്തത്. ഈ കായ നമ്മൾ കറി വെക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ. പൊന്തൻ കായ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം 3 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിലിട്ട് ഒരു വിസിലിന് വയ്ക്കാം. ഇതാണ് വാഴപ്പിണ്ടി. ഞങ്ങൾ അതിന് ഉണ്ണിത്തണ്ട് എന്നാണ് പറയുക. വാഴപ്പിണ്ടിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഇതിൽ ധാരാളം നാരുകളുള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്തും. വളരെ കുറഞ്ഞ കാലറിയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കും. പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാൽ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കും. ആദ്യം നമുക്കിതിനെ അധികം കട്ടിയില്ലാതെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇതിൽ നിന്നും പറ്റാവുന്ന നാരുകളെല്ലാം നമുക്ക് എടുത്തു മാറ്റണം. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇതാണ് ആ നാരുകൾ. കുറച്ചെങ്കിലും എടുത്തു മാറ്റാതിരുന്നാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. നമുക്ക് വിരലുകൾ ഉപയോഗിച്ച് പതുക്കെ ഇതൊന്ന് എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാ പീസിന്റെ ഇടയിൽ നിന്നും ഈ നാരുകൾ എടുത്തു മാറ്റണം. കുട്ടിക്കാലത്ത് വാഴപ്പിണ്ടി കറി വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പണിയാണ് തന്നിരുന്നത്. വളരെ ഉത്സാഹത്തോടെ തന്നെ നമ്മൾ അത് ചെയ്യും. വാഴപ്പിണ്ടിക്ക് നല്ല കറയാണ്. ഡ്രസ്സിലൊന്നും ആവാതെ സൂക്ഷിക്കണം. വിരലിൽ ഒരു തൊപ്പിയിട്ട പോലെ ഉണ്ടല്ലേ. വാഴപ്പിണ്ടി ചെറിയ പീസായി മുറിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് കളർ മാറും. അതുകൊണ്ട് മുറിച്ച ശേഷം ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഇതുപോലെ എല്ലാ പീസും മുറിച്ചെടുത്തു. ഇതിൽ നിന്നും നാരെടുത്ത് മാറ്റണം. ഞാൻ 2 പച്ച ഈർക്കലി നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് അമ്മമ്മമാരെല്ലാം ചെയ്തിരുന്നത് മുളവേലിയിൽ നിന്നും വൈ ആകൃതിയിലുള്ള ഒരു കോലെടുത്തായിരുന്നു. നമുക്ക് ഈ പച്ച ഈർക്കലി വെച്ചൊന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചും നാരെടുത്ത് കളയാം. പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഈ ഈർക്കലിയിൽ ഇതിങ്ങനെ ചുറ്റി വരും. കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. വാഴപ്പിണ്ടി നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. വാഴപ്പിണ്ടി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു വിസിലിന് വെക്കാം. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. പരിപ്പും വാഴപ്പിണ്ടിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് താളിച്ചെടുക്കണം. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോൾ 1 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചതിട്ട് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് 1/2 സവാള ചെറുതായി മുറിച്ചത്, 1 പച്ചമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില, 1 വറ്റൽ മുളക് എന്നിവയിട്ട് സവാള ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ വഴറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഇടുമ്പം ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഇതിലേക്ക് വേവിച്ച് വെച്ച കറി കൊട്ടി മിക്സ് ചെയ്യാം. കറി ആവശ്യത്തിന് വറ്റി വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്യാം. പരിപ്പിട്ടതുകൊണ്ട് കറി തണുക്കുമ്പം കട്ടിയാവും. അതനുസരിച്ച് വേണം കറി ഇറക്കാൻ. കൂട്ടുകാരെ, വാഴപ്പിണ്ടി കിട്ടിയാൽ ഒരിക്കലും കളയരുത്. ഇതിൽ വിറ്റാമിൻ B6ഉം അയണും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ ഇത് സഹായിക്കും. മാത്രമല്ല ഇത് പ്രമേഹം നിയന്ത്രിക്കാനും വളരെ നല്ലതാണ്. പെസ്റ്റിസൈഡും മറ്റുമൊന്നും ഇല്ലാത്ത ഇത്രയും ഗുണമുള്ള ഒരു സാധനം വേറെ എവിടെ കിട്ടാൻ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.